ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി ശ്രീ ആർ എസ് ശശികുമാർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ആർ എസ് ശശികുമാർ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്മെന്റ്? രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പത്മ പുരസ്കാരത്തെ വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ച ഒരാളിനെ പത്മ പുരസ്കാരം നൽകാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അതിശയത്തോടുകൂടിയാണ് കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു വലിയൊരു ഉന്നതമായ ഒരു പത്മ പുരസ്കാരത്തെ അത്തരത്തിൽ പറയുന്ന ഒരാളിന് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം മൈക്രോ ഫൈനാൻസ് കേസിൽ 126 കേസിൽ പ്രതിയാണ്, ഒരു കൊലക്കേസിൽ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരാളിനെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നുവെങ്കിലും ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾക്കെതിരായി പ്രചരണം നടത്തുന്ന മതവിദ്വേഷം വളർത്തുന്ന ജാതി വിദ്വേഷം വളർത്തുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകുക എന്ന് പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഈ പരമോന്നത പത്മ പുരസ്കാരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചർച്ചയിൽ ശ്രീ വിദ്യാസാഗർ ചൂണ്ടിക്കാണിച്ചൊരു ഘടകവിരുദ്ധത കൂടിയുണ്ട്. ഈ മൈക്രോ ഫിനാൻസ് കേസിലടക്കം VS രണ്ടുപേർക്കും പത്മ പുരസ്കാരം കിട്ടുകയായിരുന്നല്ലോ. അപ്പോ VS കൊടുത്തിരിക്കുന്ന കേസിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒരേ വർഷം രണ്ടുപേർക്ക് പരാതിക്കാരനും അതിലേക്ക് അല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന് പത്മ പുരസ്കാരം കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും, സമൂഹം ഉൾക്കൊള്ളും. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹം ഒത്തിരി അഴിമതി കാര്യങ്ങൾ പുറത്തുകൊണ്ടുവന്ന ആളാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ച 127 അഴിമതികൾ അക്കമിട്ട് കോടതിയിൽ നിരത്തിയ ആളാണ്. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ സർക്കാരിന്റെ സ്വാധീനം കൊണ്ടാണ് കേസ് നീട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 21 കേസിൽ കുറ്റപത്രം കൊടുക്കുവാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ തിരഞ്ഞു കണ്ടുപിടിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ പുരസ്കാരം വാങ്ങിച്ചവരെയും ഇപ്പോൾ പുരസ്കാരം വാങ്ങിച്ചിരിക്കുന്ന അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുരസ്കാരം പിൻവലിക്കണമെന്ന്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കണം, ഓണററി ഡോക്ടറേറ്റ് കൊടുക്കാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനിച്ചാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇദ്ദേഹം നടത്തുന്ന കോൺട്രിബ്യൂഷൻ ജനക്കാർ ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പൊതുവികാരം ഉണ്ടായപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അത് ഒരു ഡോക്ടറേറ്റ് പോലും കൊടുക്കാത്ത ആളിന് രാജ്യത്തിന്റെ പരമോന്നതമായ ബിരുദം കൊടുക്കുന്നു, ഓണർ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തയാളിനും പത്മ പുരസ്കാരം, കേസിലെ പ്രതിക്കും പത്മ പുരസ്കാരം കൊടുക്കുന്ന വിചിത്രമായ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രപതി ഈ കാര്യങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഈ പുരസ്കാരം പിൻവലിക്കുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇല്ലെങ്കിൽ പുരസ്കാരം ഇതുവരെ വാങ്ങിയ ആൾക്കാരെ അവഹേളിക്കുന്നതാവും വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്ന ഈ പത്മ പുരസ്കാരം. ശ്രീ വെള്ളാപ്പള്ളി, ഇങ്ങനെ ഒരു കാര്യം തനിക്കെതിരെ ഇപ്പൊ നോക്കൂ, ഇന്നലെ അദ്ദേഹത്തോട് ഈ കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഇനി വിവാദങ്ങൾക്കില്ല എന്ന നിലയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പത്മ പുരസ്കാരം കിട്ടുന്നു, അതിനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവിക പ്രതികരണം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന് പറയാൻ നോക്കില്ല. അദ്ദേഹം അത്ര വളരെ മോശമായ ഭാഷയിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയക്കും സംസാരിച്ചത്. പത്മ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടാൻ ശ്രമം നടത്തിയപ്പോൾ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു. ഇന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും പ്രതിക്കൂട്ടിലാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനത്തിന് അർഹതയില്ലെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. നാളെ ഈ ക്രിമിനൽ കേസിൽ പ്രതിയായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നാളെ എന്തായിരിക്കും വരിക? രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകിയ ഒരാള് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നാണക്കേടല്ലേ? നമ്മുടെ രാജ്യത്തിന് നാണക്കേടല്ലേ? ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ബഹുമതി കൊടുക്കാൻ തീരുമാനിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതല്ലായിരുന്നോ? ശരി, വളരെയധികം നന്ദി ശ്രീ ആർ എസ് ശശികുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി ശ്രീ ആർ എസ് ശശികുമാറാണ് ഈ ഒരു മൂവ്മെന്റുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരിക്കുന്നു. പത്മ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശൻ നൽകിയത് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പത്മ പുരസ്കാരത്തെ തന്നെ തള്ളിപ്പറയുന്ന ആളാണ്. 126 അഴിമതി കേസുകളിൽ പ്രതിയാണ്, ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്. 21 കേസുകളിൽ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് നാളെ ഒരുപക്ഷെ അറസ്റ്റിലാവുകയാണെങ്കിൽ